ഇടപ്പള്ളി കുതിരൻ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ആമ്പല്ലൂർ, കൊരട്ടി, ചാലക്കുടി എന്നിവിടങ്ങളിൽ മണിക്കൂറുകളാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് പാലിയക്കരയിൽ വ്യവസായി പ്രതിഷേധിച്ചു. 2 മണിക്കൂറിലധികമാണ് NTC MD വർഗീസ് ജോസ് ഇന്നലെ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ടോൾ തരുന്നു. ഞാൻ കോടതിന്റെ അവന്റെ ഫ്രണ്ട് ഇന്നിപ്പോ അവിടെ എന്നെ അറസ്റ്റിലോ നിങ്ങളുടെ വാതിലോട്ട് ചാവടത്തിൽ പാർക്കെടുക്കാൻ പറ്റാൻ ഞാൻ വരികയാണ്. ഞാൻ അവിടുന്ന് പോകില്ല, നിങ്ങൾക്ക് എന്നെ വികാരം മനസ്സിലായി. എന്റെ വാതിലോട്ട് ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന് ഒരാഴ്ചയ്ക്ക് മുൻപ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ഹൈക്കോടതി നിർദ്ദേശം അവിടെ നിലനിൽക്കെയാണ് പാതകളുടെ അവസ്ഥ ഇമ്മട്ടിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വാഹനങ്ങൾ കടന്നുപോകാൻ മണിക്കൂറുകളോളം എടുക്കുന്ന ഒരു സാഹചര്യം. ഇടപ്പള്ളിക്കും കുതിരാനും ഇടയ്ക്ക് നിരവധി സ്ഥലങ്ങളിൽ ഓവർബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്. എന്നാൽ ഈ സൈഡ് റോഡുകൾ അത് കൃത്യമായി ടാർ ചെയ്യുകയോ മറ്റോ ചെയ്യാത്തതിനാൽ, കുഴിയടയ്ക്കുകയോ മറ്റോ ചെയ്യാത്തതിനാലാണ് ഇത്രത്തോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. പ്രധാനമായും ചാലക്കുടിക്ക് സമീപത്തുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ആമ്പല്ലൂരിന് സമീപത്തുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്ക് മണിക്കൂറുകൾ കടന്നാൽ മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റി പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഈ കുഴികളെല്ലാം അടച്ച് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ച വേളയിൽ ദേശീയപാത അതോറിറ്റി തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കുഴികളൊക്കെ അടച്ചിട്ടുണ്ട്, ഇപ്പോൾ ഗതാഗത കുരുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് പിന്നിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് വലിയ പയ്യെ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പറയുന്നത് കുഴികൾക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത്ര ദുരിതം അനുഭവിച്ച് അവർ പാലിയക്കരയിലേക്ക് എത്തുന്നു, അവിടെ പിന്നീട് ടോൾ കൊടുത്തു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ദുരവസ്ഥ കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുരിങ്ങൂർ പ്രദേശത്താണ്. മുരിങ്ങൂർ പ്രദേശത്തും സമാനമായ സാഹചര്യമാണ്. മണിക്കൂറുകൾ കിടന്ന് മാത്രം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം. പല ആളുകളും ടോൾ ബൂത്തിൽ അവിടെ എത്തി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധക്കാരെ പലപ്പോഴും വിരട്ടുന്ന നിലപാടാണ് ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഈ റോഡിന്റെ പണി മര്യാദയ്ക്ക് പൂർത്തിയാക്കുകയോ കുഴികൾ അടയ്ക്കുകയോ ചെയ്താൽ പോലും വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ യാത്രാ ദുരിതം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.